ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ട്രേഡിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞുതരാം. ഇന്ന് ഞാൻ ഫസ്റ്റ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്ന സി പൊസിഷനായിരുന്നു. അത്യാവശ്യം ഈ റാലി കണ്ടപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു ഏകദേശം എന്തായാലും ഇന്ന് ബുള്ളിഷ് ആയിരിക്കും എന്നുള്ള രീതിയിൽ ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്നു, ഈ ഒരു ക്യാൻഡിൽ നിന്നായിരുന്നു ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്ന. എന്നിട്ട് ടാർഗറ്റ് ഞാൻ ഏകദേശം ഈ ഒരു റേഞ്ച് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എൻ്റെ സ്റ്റോപ്പ് ലോസ് ആദ്യം തന്നെ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ചെറിയ സ്റ്റോപ്പ് ലോസിൽ കളിക്കുമ്പോൾ ഇതിൽ ഏകദേശം എനിക്ക് 20-30 പോയിൻറ്റ്സിൽ സ്റ്റോപ്പ് ലോസ് എനിക്ക് പെട്ടെന്ന് ഹിറ്റായി. ഈ ഒരു പുൾ ബാക്കിൽ തന്നെ എനിക്ക് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു നല്ലൊരു മൊമെൻറ്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഞാൻ പിന്നെ ട്രേഡ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് വന്ന് ഈ ഒരു പുൾ ബാക്കിലാണ് ഞാൻ പിന്നെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു കണ്ടിന്യൂസ് മൊമെൻറ്റം കാണും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഈ ഒരു റേഞ്ച് വരെ ടാർഗറ്റ് വെച്ച് കാത്തിരുന്നു. അതിനുശേഷം ആ ഒരു ട്രേഡും നൈസിനെ പാളിപ്പോയി. അതും സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ ട്രേഡൊന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വേറെ ഞാൻ ട്രേഡൊന്നും എടുത്തിട്ടില്ല. പിന്നെ ചെറിയൊരു ട്രേഡ് മാത്രം ജസ്റ്റ് ഒന്ന് ലോസ് ചെറുതാക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ചെറിയൊരു ട്രേഡ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഏകദേശം ഇന്നത്തെ ട്രേഡുകളിലായിട്ട് എനിക്ക് 5000 രൂപ അടുപ്പിച്ച് പോയിട്ടുണ്ട്. കുഴപ്പമില്ല. ഞാൻ 3 ട്രേഡാണ് ആകെ എടുത്തിട്ടുണ്ടായിരുന്നത്. 3 ട്രേഡിൽ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ, അതായത് 2000 ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. ആ ഒരു റേഞ്ചിൽ നിന്ന് ഈ കുറച്ച് മാറിപ്പോയത് ഈ ഒരു ട്രേഡിലായിരുന്നു. ഈ ട്രേഡാണ് ഞാൻ ആദ്യം എടുത്ത ട്രേഡ്. ഈ 2 ക്യാൻഡിൽ എനിക്ക് 3000 ലോസ് വന്നു. ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ മേ ബി എനിക്ക് റിക്കവർ ആയേനെ. പക്ഷേ ഈ ഒരു ഇതോടെ വന്നപ്പോഴത്തേനും, ഈ ഒരു ക്യാൻഡിലൂടെ കണ്ടപ്പോഴത്തേനും എനിക്ക് പിന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ തോന്നിയില്ല. കാരണം ഇതിൽ പിന്നെയും വലിയൊരു ഫോൾ വരികയാണെങ്കിൽ 3000 എന്ന് പറയുന്നത് 5000 6000 അടുപ്പിച്ച് പോവും. അപ്പോൾ അതിനെക്കാട്ടി ലോസ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അതാണ് എനിക്ക് ഫസ്റ്റ് പറ്റിയ മിസ്റ്റേക്ക്. ഞാൻ എടുത്ത ക്വാണ്ടിറ്റിയും കുറച്ച് കൂടുതലായിപ്പോയി. ഓവർ കോൺഫിഡൻസ് ആയിരിക്കും. കഴിഞ്ഞ ആഴ്ച എല്ലാം അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയ ഒരു വീക്കായതുകൊണ്ടുള്ള ഒരു ഓവർ കോൺഫിഡൻസ് കാരണമാണ് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് എനിക്കിവിടെ അടി കിട്ടിയത്. മര്യാദയ്ക്ക് കറക്റ്റ് ക്വാണ്ടിറ്റിയിലായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു റേഞ്ചിൽ ഒരു 1500-2000 റേഞ്ച് സ്റ്റോപ്പ് ലോസേ ആവുള്ളായിരുന്നു. എന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നേരെ ഹോൾഡ് ചെയ്തേനെ. പക്ഷേ അത്യാഗ്രഹം കാരണം ഇന്നത്തെ ട്രേഡ് അങ്ങനെ പൊട്ടിപ്പാളിച്ചായിരിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല. നാളെ നമ്മൾ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാം.